ചൂരൽമല ദുരന്ത ബാധിതർക്ക് SDRF-ൽ നിന്ന് ഇനി നൽകാനാകുന്നത് 77.9 കോടി രൂപ മാത്രമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. SDRF-ൽ ഇനിയുള്ള 700 കോടി രൂപയിൽ പുനരധിവാസത്തിനായി നൽകാനാകുന്ന തുക സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും അപര്യാപ്തമാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിക്കണമെന്നും കേരളം ആവശ്യപ്പെടുന്നു. കേന്ദ്ര സർക്കാർ തുറന്ന മനസ്സോടെ കേരളത്തെ സഹായിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. സഹായം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകുമെന്നും ഒരു മധ്യസ്ഥം വഹിക്കുമെന്നും കോടതി വ്യക്തമാക്കുമ്പോൾ വലിയ പ്രതീക്ഷ വെക്കേണ്ടതുണ്ടോ? ശ്യാം ദേവരാജും PR സുനിലുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാം ദേവരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലൊരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് തന്നെ കേരളത്തിന് സഹായം നൽകുന്നതിൽ ഇടപെടും എന്ന ഹൈക്കോടതിയുടെ ഒരു നിലപാട് തന്നെയാണ്. തുറന്ന മനസ്സോടെ കേരളത്തെ സഹായിക്കൂ എന്നൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വയ്ക്കുന്നു. ഇന്നിപ്പോൾ സംസ്ഥാനം നൽകിയ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് SDRF ഫണ്ടിൽ പര്യാപ്തമായൊരു തുകയില്ല ഈ പുനരധിവാസത്തിന് മൊത്തം നടപ്പാക്കുന്നതിന് എന്നത് തന്നെയാണ്. അപ്പോൾ കേന്ദ്ര സഹായം അനിവാര്യമാണ് എന്ന് ഈ കണക്കുകളിലൂടെ സംസ്ഥാന സർക്കാരിനെ ബോധിപ്പിക്കാനായിട്ടുണ്ടോ? അതിലൊരു വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ വ്യക്തത വരുത്തുകയാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ചെയ്തത്. വിശദമായ സത്യവാങ്മൂലമാണ് അത് സംബന്ധിച്ച ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്തത്. സംസ്ഥാന സർക്കാർ ഈ സത്യവാങ്മൂലത്തിലും വാദത്തിലും പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഹൈക്കോടതിയിൽ വ്യക്തത വരുത്തിയത് ഇങ്ങനെയാണ്: മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് തൊട്ടു പിന്നാലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്നും 21 കോടി രൂപയാണ് വയനാട്ടിലേക്ക് മുണ്ടക്കൈ ചൂരൽമലയിലേക്ക് നൽകിയത്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി SDRF-ൽ നിന്ന് ഇനി നൽകാനാകുന്ന തുക 77.90 കോടി രൂപയാണ് എന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ഈ 77.90 കോടി രൂപയിൽ 28.95 കോടി രൂപ നൽകാനാവുക ദുരിതാശ്വാസ സഹായം എന്ന നിലയിലാണ്. അത് ഇനി എത്ര നൽകാം എന്ന് ഹൈക്കോടതി നേരത്തെ ചോദിച്ചിരുന്നു. അക്കാര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ആ രീതിയിൽ വ്യക്തത വരുത്തുകയും ചെയ്യുന്നത്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി 49.4 കോടി രൂപ നൽകാം എന്ന കാര്യവും കൂടി SDRF-ൽ നിന്ന് നൽകാമെന്ന് കൂടി സംസ്ഥാന സർക്കാർ വ്യക്തത വരുത്തുന്നുണ്ട്. ഡിസംബർ 10 മിനിഞ്ഞാന്ന് വരെ SDRF-ൽ ബാക്കിയുള്ളത് 700 കോടി രൂപയാണ് എന്ന കാര്യമാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലമായി നൽകിയത്. ഇതിൽ 638.95 കോടി രൂപ വിവിധ ആവശ്യങ്ങൾക്കായി സർക്കാർ ഉത്തരവനുസരിച്ച് നൽകാനുണ്ട്. അത് കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു തുകയാണ് എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ബാക്കിയുള്ള 61.53 കോടി രൂപ വേനൽക്കാലം നേരിടാനായുള്ള ഫണ്ടായാണ് സ്വരൂപിച്ചിരിക്കുന്നത് അങ്ങനെ സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് കൂടി സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതിൽ ഹൈക്കോടതി ഇന്ന് പറഞ്ഞൊരു കാര്യം, ഈ 638.95 കോടി രൂപയിൽ അത് ഏതെല്ലാം ഫണ്ടുകൾക്കായാണ് രീതിയിലാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്ന കാര്യമാണ് ഹൈക്കോടതി ഇന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചത്. CMDRF-ന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വ്യക്തത വരുത്തുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം സംഭവിച്ച അന്ന് മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് 682 കോടി രൂപയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള തുക വയനാട്ടിലെ പുനരധിവാസത്തിനായി ചെലവഴിക്കാൻ അപര്യാപ്തമാണ് എന്ന കാര്യവും കൂടി സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് അടക്കമുള്ള വാദങ്ങൾ ഉയർത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും ചില കാര്യങ്ങൾ ഹൈക്കോടതി പറയുകയും കൂടി ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാർ വ്യക്തത വരുത്തിയ ശേഷം അധിക സഹായം സംബന്ധിച്ച കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തത വരുത്തണം. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നൽകും. അക്കാര്യം പരിഗണിച്ച കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണം. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാനാണ് ഹൈക്കോടതി ആഗ്രഹിക്കുന്നത്. ശരി, ഏതായാലും മധ്യസ്ഥം വഹിക്കുന്നുണ്ട് ഹൈക്കോടതി എന്നത് പ്രതീക്ഷ നൽകുന്നു. ഇനി കേന്ദ്രം നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഏതായാലും ദുരന്തബാധിതർ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന ഓർമ്മയാണ് രണ്ട് സർക്കാരുകൾക്കായാലും വേണ്ടതെന്ന് തന്നെയാണ്. കേന്ദ്രത്തിന്റെ ഒരു നിലപാട് എന്താണ് PR സുനിൽ? ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയ കണക്കുകളിൽ വ്യക്തതയുണ്ട് എന്ന് കോടതി തന്നെ പറയുന്നു. 77.9 കോടി രൂപയാണ് SDRF-ൽ ഇനി ബാക്കിയുള്ളത്. SDRF-ലെ തുക പര്യാപ്തമാണല്ലോ എന്നതായിരുന്നു കേന്ദ്രം ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്തായിരിക്കും കേന്ദ്ര നിലപാട് എന്നറിയാൻ ഒരു ആകാംക്ഷയുണ്ട്. തുറന്ന മനസ്സോടെ കേരളത്തോടുള്ള സമീപനം തുറന്ന മനസ്സുള്ളതായിരിക്കണം എന്ന് കോടതി പറയുമ്പോൾ എന്തായിരിക്കും കേന്ദ്രത്തിന്റെ നിലപാട്?
വിനീത, എന്തായാലും കേന്ദ്ര സർക്കാർ വയനാടിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നത് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്ന് പാർലമെന്റിൽ ലോക്സഭയിൽ ദുരന്ത നിവാരണ ബില്ലിന്മേലുള്ള ചർച്ച തുടരുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയാൻ പോവുകയാണ്. ഒരുപക്ഷെ വയനാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുമോ എന്നതും ഇന്ന് ഏവരും ഉറ്റുനോക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തത് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വയനാടിൻ്റെ കാര്യത്തിൽ വേഗത്തിൽ തീരുമാനം എടുക്കാത്തത് എന്ന് തന്നെയായിരുന്നു. കേരള സർക്കാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് വയനാട്ടിലെ ദുരന്ത നിവാരണത്തിന്, പുനരധിവാസത്തിന് 2219 കോടി രൂപയുടെ പാക്കേജ് വയനാടിന് മാത്രമായി പ്രത്യേകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കണം എന്നതാണ്. ഏതായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇക്കാര്യം പരിഗണിച്ചു വരികയാണ്. ഇക്കാര്യത്തിൽ ഉന്നതതല സമിതി ഈ വിഷയം പരിശോധിച്ചൊരു തീരുമാനമെടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനം വരിക എന്നതാണ്. ഏതായാലും വയനാടിൻ്റെ കാര്യത്തിൽ ഇതുവരെ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിട്ടുള്ളത് 153 കോടി രൂപ മാത്രമാണ്. അത് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് ഈ 153 കോടി രൂപ നൽകിയത്. അതിൽ തന്നെ ഒരു ഭാഗം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് ഉൾപ്പെടുത്തുക. അങ്ങനെ ഈ വളരെ ചെറിയൊരു തുക മാത്രമാണ് വയനാടിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകിയിരിക്കുന്നത്. പ്രധാനമായും കേന്ദ്ര സർക്കാർ പറയുന്നത് സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ആവശ്യമായ പണം ഇതിനു വേണ്ടി വിനിയോഗിക്കാം എന്നതാണ്. അതേസമയം വയനാട്ടിലേത് ഒരു പ്രത്യേക സാഹചര്യമാണ്. ഒരു അതിതീവ്ര ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. അതുകൊണ്ട് അങ്ങനെ കണക്കാക്കി ഒരു പ്രത്യേക പാക്കേജ് പരിഗണന വയനാടിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണ് എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. ഇന്നലെ നമുക്കറിയാം ശശി തരൂർ ലോക്സഭയിൽ സംസാരിച്ചപ്പോൾ അക്കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി ചൂണ്ടിക്കാട്ടിയതാണ്. മറ്റ് പല സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും ഇത്തരം സമാനമായ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ പെട്ടെന്ന് വലിയ തുക അനുവദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു പക്ഷപാതപരമായ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ വലിയ ആക്ഷേപമായി ദില്ലിയിൽ ഉന്നയിച്ചത്. കേരളത്തിൽ നിന്നാണെങ്കിൽ കേരള സർക്കാർ ഉന്നയിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ വേണമെങ്കിൽ ഒരു തീരുമാനമെടുക്കാം. വയനാട്ടിനെ സഹായിക്കാൻ വലിയൊരു പാക്കേജ് പ്രഖ്യാപിക്കാവുന്നതാണ്. അതിനുള്ള വ്യവസ്ഥകൾ വേണമെങ്കിൽ തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റാനും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് സാധിക്കും. പക്ഷേ കേന്ദ്ര സർക്കാർ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, അനുഭാവപൂർവമായ ഒരു നിലപാടുണ്ടാകുമോ എന്നത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്.